വിസിറ്റിംഗ് വിസയിൽ യു കെയിൽ വന്ന് ഓസ്കി എക്സാമിനേഷൻ എഴുതുന്ന നേഴ്സുമാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ. ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഓസ്കി എക്സാമിനേഷൻ എഴുതാൻ വരുമ്പോൾ നിങ്ങളുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റുകളും നിങ്ങൾ കൊണ്ടുവരിക. കാരണം NMCയുടെ ഓസ്കി എക്സാമിനേഷൻ്റെ ഭാഗമായിട്ടുള്ള ഐഡൻറ്റിറ്റി ചെക്കിൻ്റെ സമയത്ത് നിങ്ങളുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റുകളും NMCയുടെ ഓഫീസർ ഫിസിക്കലി വെരിഫൈ ചെയ്യും. ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് ഒറിജിനൽ അല്ല, അതല്ല എങ്കിൽ ഡോക്യുമെൻറ്റ് മിസ്സിംഗ് ആണെങ്കിൽ നിങ്ങളുടെ ID ചെക്ക് കംപ്ലീറ്റ് ആവില്ല. ആ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങളോട് വീണ്ടും കൊണ്ടുവന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയും. അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ID ചെക്ക് കംപ്ലീറ്റ് ആയി NMCയുടെ ആപ്ലിക്കേഷൻ അസസ്മെൻറ്റ് സ്റ്റേജിൽ പോവുകയും അതിനുശേഷം നിങ്ങൾക്ക് NMC രജിസ്ട്രേഷൻ അല്ലെങ്കിൽ NMC പിൻ നമ്പർ കിട്ടുകയും ചെയ്യുള്ളൂ. രണ്ടാമത്തെ കാര്യം, വൺസ് നിങ്ങൾ ഓസ്കി എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ ഓസ്കി എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ 6 തൊട്ട് 8 ആഴ്ച വരെ എടുക്കും NMCയുടെ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് NMC രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ IELTS അല്ലെങ്കിൽ OETയുടെ ഡോക്യുമെൻറ്റ് വാലിഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിൻ നമ്പർ കിട്ടത്തുള്ളൂ. അതല്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ് വീണ്ടും NMC പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. മൂന്നാമത്തെ കാര്യം, 6 തൊട്ട് 8 ആഴ്ച വരെ സമയം എടുക്കുന്ന സമയത്ത് നിങ്ങൾ യു കെയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഒരു അക്കോമഡേഷൻ കിട്ടുമെങ്കിൽ, നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ യു കെയിൽ നിൽക്കാവുള്ളൂ. അതല്ലാതെ നിങ്ങൾ യു കെയിൽ നിന്ന് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് നിങ്ങൾ യു കെയിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഉണ്ടാകുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ പിൻ നമ്പർ കിട്ടാതെ നിങ്ങളൊരു ജോലിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു അക്കോമഡേഷൻ കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിവിടെ നിൽക്കാവുള്ളൂ. അതല്ലെങ്കിൽ ഓസ്കി എക്സാമിനേഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുക എന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇനി 4ാമത്തെ പോയിന്റ്, നിങ്ങൾ വിസിറ്റ് വിസയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം, ഓസ്കി എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാം, അതേപോലെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം, അതേപോലെ ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വിസിറ്റിംഗ് നടത്താം. അതല്ലാതെ നിങ്ങൾക്ക് വിസിറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ജോലി ചെയ്യാനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വർക്ക് വിസയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വിസയിലേക്കോ മാറാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് വിസിറ്റ് വിസയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ 6 മാസം വരെ നിങ്ങൾക്ക് നിൽക്കാം, ഫ്രീ ആയിട്ട് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നിൽക്കാം. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, വൺസ് നിങ്ങളുടെ NMC രജിസ്ട്രേഷൻ കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ പിൻ നമ്പർ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ CV അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ നിൽക്കുന്നതിന് ചുറ്റുമുള്ള സ്ഥലത്തുള്ള നഴ്സിംഗ് വേക്കൻസികളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. കാരണം ഇന്നുള്ള 90% വേക്കൻസികളും ഓൺലൈനായിട്ടാണ് അഡ്വർടൈസ് ചെയ്യുന്നത്. അതേപോലെ ഇൻ്റർവ്യൂസ് നടക്കുന്നതും ഓൺലൈനാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും ഇന്ത്യയിൽ നിന്ന് അറ്റൻഡ് ചെയ്താലും പ്രത്യേകിച്ച് ഒരു ഡിഫറൻസുമില്ല. ഇനി നിങ്ങൾ അഥവാ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലുമൊക്കെ നഴ്സിംഗ് ഹോമുകൾ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫോം വിളിച്ച് ചോദിച്ച് വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഇനി അതല്ല നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹോം ആണെങ്കിൽ അവിടെ ചെന്ന് ഒരു ഹോം മാനേജറെ കണ്ട് അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ ആ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. വൺസ് നിങ്ങൾ വേക്കൻസി അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആയി നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റേഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സ്പോൺസർഷിപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് സ്പോൺസർഷിപ്പ് ഇഷ്യൂ ചെയ്യും. ആ COSുമായിട്ട് നിങ്ങൾക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്ത് വർക്ക് വിസയിൽ തിരിച്ചു കയറി വരാം.